വളരെ ഇതെന്തെന്നറിയോ, നമുക്ക് കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പല സംഭവങ്ങളും ഇതൊന്നും ആദ്യം വിചാരിക്കും കണ്ടോ ഓറഞ്ചാന്ന് വിചാരിക്കും, പക്ഷെ ഇത് ഓറഞ്ച് അല്ല. പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിന്റെയൊക്കെ പേര് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. എങ്ങനെയാണ് പേര് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു വഴിയുണ്ട്. നമ്മുടെ ഗൂഗിൾ ക്യാമറ, ഈ ഗൂഗിൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പേര് കണ്ടുപിടിക്കാൻ. പേരൊക്കെ വേറെ മോഡൽ. ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. ഇതിൽ ചിലതിന്റെ പേര് നമുക്ക് അറിയാട്ടോ, പക്ഷെ ചിലതിന്റെ നമുക്ക് അറിയില്ല. അത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. പല പല മോഡലിലുള്ള പാഷൻ ഫ്രൂട്ട്സ്. അപ്പൊ ഇതിന്റെയൊക്കെ പേര് എനിക്കിത് കാണുമ്പോ എന്താ ഓർമ്മ എന്ന് പറയട്ടെ, നമ്മുടെ വയറ് കാണൽ ചടങ്ങിനൊക്കെ തമിഴ്നാട്ടിലൊക്കെ താളം കൊണ്ടുവരത്തില്ലേ, അതുപോലെ എന്തായാലും നല്ല കുറച്ചധികം വെറൈറ്റീസ്, കളർഫുൾ ആണ്. ഇതിൽ 3-4 വെറൈറ്റി നമുക്ക് അറിയാൻ പാടുള്ള സംഭവമുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം എന്നൊന്നല്ലേ, അത് ഞാനിപ്പോ പറയുന്നില്ല, എല്ലാവർക്കും അറിയാതിരിക്കും എന്ന സംഭവം. അപ്പൊ നമുക്ക് ഒന്ന് നോക്കിയാലോ എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്കിത് എവിടെ തുടങ്ങണം ദിവസം? ഏത് ഫ്രൂട്ട്സ് ആണ് ഫസ്റ്റ്? കണ്ണടയ്ക്കുന്നുണ്ട്. നമുക്കൊരു എന്തല്ല റെഡ് അടിങ്ങ. അപ്പൊ ഇതിൽ തുടങ്ങാം. ഇത് വേണ്ട, ഇത് നമ്മൾ തക്കാളിയൊക്കെ പോലെ വേറൊരു മുകളിലിരിക്കുന്ന സംഭവം, മുളക് വലിയ മുളകില്ലേ, അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ഈ സംഭവത്തിന്റെ പേര് എനിക്ക് നല്ല നമ്മൾ കണ്ടുപിടിക്കാം. പക്ഷെ ഇത് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് കണ്ടുപിടിച്ചാലോ? ഓക്കെ, കണ്ടുപിടിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഗൂഗിൾ ക്യാമറ എടുക്കും. എന്തെങ്കിലും എന്താണ് ടമാരില്ലോ, ഏകദേശം ഒരു ടൊമാറ്റോയുടെ ഒക്കെ ഫ്ലേവർ എനിക്ക് തോന്നുന്നു. നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഏകദേശം തക്കാളിയുടെ വരുമല്ലേ? തക്കാളി അല്ലേ, എനിക്ക് എന്താ തോന്നിയെന്ന് പറയട്ടെ, സീഡ് ഡിഫറെന്റാ. പക്ഷെ കിവിയുടെ ഒരു റെഡ് കുടുംബത്തിൽപ്പെട്ട എന്നൊക്കെ പറയാം. ടേസ്റ്റ് നോക്കാം, കഴിക്കാലോ അല്ലേ, നാളെ പണിയാവും. നല്ല ഫ്രൂട്ടി സ്മെല്ലാണ്. തൊലി കഴിക്കാമോ? കുഴപ്പമില്ല, കുഞ്ഞുഞ്ഞിന് കൊടുക്കാം. ഒത്തിരി നല്ല മധുരമില്ല, പുളിയല്ല, പക്ഷെ ടൊമാറ്റോ ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഇഷ്ടപ്പെടാം. ചില ഭാഗത്തൊരു കയ്പുണ്ട്. എനിക്കൊരു സ്കിന്നിനോട് എടുക്കുമ്പോഴത്തേക്ക്, തൊലിയുടെ അടുത്ത് ആകുമ്പോഴത്തേക്കും കയ്പ് വരുന്നുണ്ട്. കിവിയോടൊക്കെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നുന്നു. അത്രയും പുളിയില്ല, അത്രയും മധുരമില്ല. ഇത് ട്രൈ ചെയ്താലോ? കണ്ടുപിടിക്കുക പേര്. അത് നമുക്ക് ഗസ് ചെയ്യാം. ഇതെനിക്ക് ഒന്നുകിൽ വാടിയ കുക്കുംബർ, നമ്മളെ മറ്റേ ഇരുമ്പുളി. ഞാൻ പറയാം, സ്മെല്ലൊന്നുമില്ല കേട്ടോ. സ്മെല്ലല്ല, അടുത്തത് സെറ്റപ്പ് കൊള്ളാല്ലേ. എന്താ കോസ്റ്റാൻഡോ? എന്തായാലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേരാണോ? ഇതാണ് സംഭവം. കുക്കുംബറിന്റെ വെറൈറ്റി ആണോ, ബിലിമ്പിയുടെ വെറൈറ്റി ആണോ? എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇതിന്റെ പേര് എന്തൊക്കെയോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പല പല പേരുകൾ വരുന്നത്. അപ്പം പേരിങ്ങനെ കേട്ടോ, ഇതെല്ലാം നമ്മൾ കഴുകി സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാ പാഷൻ ഫ്രൂട്ടിന്റെ ഒരു വെറൈറ്റി ആണ്. ശരി, പാഷൻ ഫ്രൂട്ടിന്റെ അതേപോലെ ഇരിക്കണം, പക്ഷെ നീളത്തിലുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഇതെല്ലാം എന്താണ് നമുക്ക് വേണോ? ഇത് എല്ലാത്തിനും നമ്മുടെ ഫ്രൂട്ട്സിന് ഒരു പ്ലസന്റ് സ്മെൽ ഉണ്ടാവില്ലേ, ആ ഒരു ഇതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് സ്പൂൺ കൊണ്ട് എടുക്കുമല്ലായിരുന്നു.
ഇത് പാഷൻ ഫ്രൂട്ടിന്റെ എന്താന്നറിയോ, ഇത് നോക്ക്, കുരു മാത്രല്ല എന്റെ അകത്തുള്ളത്. പാഷൻ ഫ്രൂട്ടിന്റെ അകത്ത് ഒരു സ്കിന്നി ഇത് വരത്തില്ലേ, ആ ഇതുപോലെ നമുക്ക് കടിച്ചു നിൽക്കാം. പക്ഷെ ഇത് പറഞ്ഞ സെയിം ഫീലാ വരുന്നത്, മധുരമില്ല. പക്ഷെ ഇതിന് കൂടെ കൂടുതലാണല്ലേ, പുളി കൂടുതലാണ്. അങ്ങനെയല്ല പറഞ്ഞു, ഒരു വികാരമില്ലാത്ത ഒരു ആവേശമില്ലാത്ത. അടുത്തത് ഇത് ട്രൈ ചെയ്യാം. നമ്മുടെ കാണാൻ ഓറഞ്ചിന്റെ ലുക്കും എന്നാൽ ഓറഞ്ച് അല്ലാത്തതുമായിട്ടുള്ള ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യും. നരാഞ്ചില്ല, സത്യം പറയാം നമ്മളിങ്ങനെ ഇത് നാരങ്ങ ഇല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നരഞ്ചില്ലയോ, നരഞ്ചില്ല, നാരങ്ങില്ല. അപ്പൊ ഇതെന്തായാലും കട്ട് ചെയ്ത് നോക്കാം. അല്ല, പല പേരുകൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. സ്കിന്ന് നല്ല കട്ടിയാട്ടോ. പക്ഷെ ഇത് നമ്മൾ തക്കാളി, ശരിക്കും തക്കാളി പോലെ അല്ലേ? എന്റെ ദൈവമേ, നാളെ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതുണ്ടോ ശരി, തക്കാളിയുടെ ഭാഗം ഇരിക്കുന്ന പോലെ ഇല്ലേ? തക്കാളി പോലെ തന്നെ. ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് നോക്കാം. ആദ്യം പെട്ടെന്ന് കഴിഞ്ഞു, ആദ്യം അഭിയേട്ടം കഴിക്കാമോ? പിന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ തുറന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊളിഞ്ഞു വന്നു. ഇതൊക്കെ എക്സോട്ടിക് ഫുഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ഇതൊക്കെ ഇത്ര കാശ് മേടിച്ചു കഴിഞ്ഞു. എക്സോട്ടിക് ഫ്രൂട്ട് ഇത് നമ്മുടെ നാട്ടില് ഒരു ഇത് പറയും, എന്താണെന്നറിയോ? കാശ് കൊടുത്ത് കട്ടിനെ പട്ടിനെ മേടിക്കാൻ ആണോ? അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത ഫ്രൂട്ട്സ് എന്താണ്? ഇതാണ് നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതാ മറ്റേ ചെക്ക് നേരത്തെ പാഷൻ ഫ്രൂട്ടിന്റെ കുഞ്ഞാണോ ചെക്ക് ചെയ്യണേ? ആ കുഞ്ഞാണ് സ്കാൻ ചെയ്യുന്നത്. ചെയ്തോ എന്താ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യണം. പൈനാപ്പിൾ പോയി. ഇത് പപ്പായ എന്നിട്ട് മിനി പപ്പായ. ഒരു മിനിറ്റ് മമ്മി നോക്കട്ടെ കേട്ടോ. ഇത് അവക്കാഡോ പൊമിലോ ഫ്രൂട്ട്. ഗ്രീൻ പൊമിലോ ഫ്രൂട്ടോ? ഗ്രീൻ പൊമിലോ ഫ്രൂട്ട്, ഗ്രീൻ പൊമിലോ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോ അതിന്റെ അകത്ത് ഏത് ഫ്രൂട്ടായിട്ടാണ് സിമിലാരിറ്റി നോക്കാം. നിങ്ങൾ തന്നെ പറയൂ ഏത് ഫ്രൂട്ട്സ്. എനിക്ക് പേര് ഇത് കാണാനുണ്ടല്ലോ. ഇനി അയൻകുട്ടി പറഞ്ഞിട്ട് കേട്ടില്ല, പേരയ്ക്ക പോലെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല നമുക്ക്. കുറച്ച് മുതലൊക്കെ ആയിട്ട് അപ്പൊ ഇനി അതിന്റെ കാര്യം തീരുമാനമല്ലോ. ഇനി അടുത്ത ഫ്രൂട്ട് ഇതാണ്. കാക്ടസോ? സ്റ്റാൻഡിന്റെ കാര്യമില്ലല്ലോ. നോക്കിയേക്കാം. അതായത് നമ്മുടെ എന്താ പറയാ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ കള്ളിമുള്ളിച്ചെടിയുടെ മറ്റേ നമ്മുടെ ഇതിലൊക്കെ കാണുന്ന കള്ളിമുള്ളിച്ചെടിയുടെ ഇതാണ് കേട്ടോ. ഇത് ബാർബറി ഫിഗ്, പ്രിക്ലി പെയേഴ്സ് എന്നൊക്കെ പറയും. അത് തന്നെ, അതാണ് കറക്റ്റ് വരുന്നത്. പ്രിക്ലി പെയേഴ്സ്. കട്ട് ചെയ്യാം. പക്ഷെ ഇതിലുണ്ടല്ലോ, ഇതിന്റെ പുറത്തൊരു മുള്ളുണ്ട്. ഒരു മുള്ളല്ല, നമ്മൾ ശരിക്കും കള്ളിമുള്ളിച്ചെടിയിലുള്ള പോലത്തെ കളറും കണ്ടോ. സൂപ്പർ ഇത് സംഭവം. ഞാൻ പറഞ്ഞത് നമ്മളെ കള്ളിമുള്ളിച്ചെടിയുടെ ആ പുറത്തുള്ള മുള്ളില്ലേ, അതുപോലെ ഇതിൽ നിറച്ച് മുള്ളുണ്ട്. അത് ചിലത് ഇവർ നമ്മൾ മേടിക്കുമ്പോൾ ഇത് എക്സോട്ടിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് ഈ മുള്ളൊക്കെ കളഞ്ഞാണ്. ഇല്ലെങ്കിൽ അത് മുള്ളുണ്ടാവും. അപ്പൊ അത് പിടിക്കുമ്പോ ഒക്കെ സൂക്ഷിച്ച് കാണിക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇനി എങ്ങനെ വാച്ച് ചെയ്യാം?
കഴിക്കാം. സീഡ് ഭയങ്കര കട്ടിയല്ലേ, പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഫുള്ള് കടിക്കുക, ടേസ്റ്റ് അടിപൊളിയാണ്. പക്ഷെ നല്ല കട്ടിയുള്ള കുറച്ച് സീഡ്സ് ഉണ്ട് അതിലുള്ളൂ. പക്ഷെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? ടേസ്റ്റ് കൊള്ളാം. ഇത് കൊള്ളാട്ടോ, സൂപ്പർ സാധനം. അടുത്ത് സ്കാൻ ചെയ്യണത് എന്റെ കൈയോടെ സ്കാൻ ചെയ്തത് എന്തായിരുന്നു? ഒന്നല്ല ഫൈസാലിസ് ഇത് ടേസ്റ്റ് ചെയ്യുന്നവരുണ്ടോ? നമുക്ക് ടേസ്റ്റ് ചെയ്യണത് ചെയ്തൊക്കെ നാട്ടിലൊക്കെ ചുമ്മാ കിടന്നിട്ട് വരുന്നു. പുളിയാ? പുളിയുണ്ട്. ഇവിടെ കൂടുതൽ കേക്കിന്റെ മുകളിൽ ഡെക്കറേഷൻ ഡെസേർട്ടിന്റെ ഗാർണിഷ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കൊരു വിലയില്ല, പക്ഷെ ഇവിടെ ഇത് എക്സോട്ടിക് ഫ്രൂട്ടിലാട്ടോ വരുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നമുക്കൊരു വിലയില്ല, ഇവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ്. പുളി മധുരം ഒരു മിക്സ്ഡ് സ്റ്റാർ ഫ്രൂട്ട്. സ്കാൻ ചെയ്യേണ്ട പഴുത്തതെടുത്ത് ഞാൻ കുറെ നാളെങ്കിൽ ഇതൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ഇടയ്ക്ക് കുറെ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. മതി കട്ട് ചെയ്തത് കേട്ടോ. സ്റ്റാർ ചിലത് പുളി ആയിരിക്കും കേട്ടോ. പുളിയില്ല. ഇഷ്ടപ്പെടാ? മഴയത്തുണ്ടായ സ്റ്റാർ ഫ്രൂട്ടാണ്. ഒരു പച്ചവെള്ളത്തിന്റെ ടേസ്റ്റാണ്. ഒരു സെന്ററിലെ ഇത് തന്നെ അല്ലേ? ഞാൻ പറയാം, നമ്മുടെ ഇരുമ്പുളി ഇല്ലേ, ഇരുമ്പുളിയുടെ പുളി ഫാക്ടർ കുറയ്ക്കുക. പേരിനൊരു ഇച്ചിരി പുളി, നല്ലപോലെ എന്താ പറയുക, മധുരം ഇല്ല, ചെറിയൊരു മധുരം, ചെറിയൊരു പുളി, ചെറിയൊരു മധുരമായിട്ട് ഇരുമ്പുളി എങ്ങനെയുണ്ടോ ആ സെയിം ടേസ്റ്റ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് യെല്ലോ ആണ്. യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, അപ്പൊ ഇത് കട്ട് ചെയ്യാം. യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടില്ല, അതെ ഉണ്ടോ? വീട്ടിലും കണ്ടിട്ടില്ലല്ലോ, അറിയില്ല. പക്ഷെ ഇപ്പം റെഡും പിന്നെ വൈറ്റ് ഉണ്ട്. പക്ഷെ യെല്ലോ ഒത്തിരി പേര് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അത് ചിലർ പറഞ്ഞു മറ്റേ കട്ട് ചെയ്യാൻ പാടാണ്. എങ്ങനെ വേണം കട്ട് ചെയ്യാൻ? ഇത് വൈറ്റ് ആട്ടോ. ഇത് കണ്ടോ? ആണോ? മറ്റേ ഇത്ര ഒരു ലൈറ്റ് ബ്ലാക്ക് ഇതിലാണ്, പക്ഷെ ഇത് ശരി പ്യൂർ വൈറ്റ് പോലെ വരുന്നു. മമ്മി അങ്ങനല്ല, കട്ട് ചെയ്തേക്കാം. ഇതങ്ങനെ കട്ട് ചെയ്യേണ്ടത് പിങ്ക് കളറുണ്ട്. ഇത് പക്ഷെ നല്ല മധുരമൊക്കെ ആയിട്ട് അടിപൊളി അല്ലേ? യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരം ഉണ്ടല്ലേ? ഞാൻ ഇന്നലെ മറ്റേ പിങ്ക് ഒരെണ്ണം കഴിച്ചായിരുന്നേ, പക്ഷെ ഒരു വലിയ മധുരം എന്ന് പറയാനില്ല. പക്ഷെ ഇത് നല്ല സൂപ്പറാണ്. ഇടം മധുരം ഇടം സംഭവം. പക്ഷെ എനിക്ക് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിന് റെഡിനേക്കാളും വൈറ്റിനേക്കാളും മറ്റേതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഇതിനാട്ടോ, യെല്ലോയ്ക്കാണ്. ഇത് കിടലൻ ടേസ്റ്റാണ്. ഞാനൊരു ഡൗട്ട് നോക്കിട്ടെ. ഇപ്പം ഈ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, ഇതിന്റെ അകത്ത് പക്ഷെ ഇത് രണ്ട് ടൈപ്പ് ഉണ്ടോ? ഇത് വൈറ്റ് ആട്ടോ, ഇതിന്റെ അകം വൈറ്റ് കളറിലിരിക്കണേ. പക്ഷെ ഇതിൽ പിന്നെ റെഡിലും ഉണ്ട്. റെഡ് നമ്മളന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തത്, അത് റെഡ്. ഇനി നമുക്ക് കാര്യം ചെയ്യാം. ഈ ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുണ്ട്. ഇതും നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടാണ്. നീ ഇതെല്ലാം കട്ട് ചെയ്ത് വീഡിയോക്ക് നീട്ടം കൂട്ടുണ്ടല്ലോ. ഇത് കട്ട് ചെയ്തല്ലോ. അതാ നാട്ടിൽ കണ്ടിരിക്കണ ഓറഞ്ച് കട്ട് ചെയ്യും. ഇത് കണ്ടിട്ടില്ല, ഈ കളർ കട്ട് ചെയ്യും. അപ്പൊ ഇത് കട്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്രയാ ഒരു ഇതിന്റെ പുറത്ത് മഞ്ഞല്ലേ, ഇത് ഞാൻ കണ്ടോ വൈറ്റ്. പുളിയാണോ എന്തോ.
മധുരം ചുമ്മാ ടേസ്റ്റ് നോക്കി, നല്ല മധുരം. എന്നാ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചതിന്റെ ടേസ്റ്റ് ഉള്ളത്. പഞ്ചസാര വേണ്ട, ഒന്നും വേണ്ട, അടിപൊളി. സാധാരണ നമ്മുടെ നാട്ടില് പാഷൻ ഫ്രൂട്ട് കട്ട് അല്ല, കഴിഞ്ഞാൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചിട്ട് നോക്ക്. സ്കിന്ന് പൊടിഞ്ഞു കിട്ടില്ല, നമ്മുടെ നാട്ടിൽ ചിലത് പൊടിഞ്ഞു തോന്നുന്നു. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടില് പാഷൻ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ്. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, ഒന്നുകൂടെ ഉണ്ടാവും, ഉപ്പുകൊണ്ട് മധുരം ഉണ്ടോ, ഒന്നുകൂടെ ഉണ്ടാവും. നല്ല അതിന് നല്ല, ഇതിന് തന്നെ നല്ലൊരു മധുരം ഉണ്ട്, ഒരു പ്രത്യേക മധുരം. പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, നമ്മുടെ ആ ജാതി നിൽക്കുന്നോടത്ത് ഒരു വലിയ തേക്കായിരുന്നു. ആ തേക്കിന്റെ അവിടുന്ന് വീടിന് അങ്ങോട്ടേക്ക് ഒരു അഴ കെട്ടിയായിരുന്നേ, നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാൻ ഇടാൻ വേണ്ടിയിട്ട്. അതിലൂടെ പാഷൻ ഫ്രൂട്ട് കയറി തന്നെ പടർന്ന് കയറിയതാ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ കൊലകൊലായിട്ടുണ്ടായി കിടക്കും. രസം കൈ കൊണ്ട് പറിച്ചെടുക്കാം. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിയില്ല അത് എവിടെ കിട്ടുന്നു, നമ്മൾ ആ കടലിൽ കണ്ടിട്ടില്ലല്ലോ. എക്സോട്ടിക് ഫ്രൂട്ട്സിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ, വേറെ കൺട്രീസിൽ ഇതുപോലെ നോർമൽ ആയിട്ട് എവിടെയെങ്കിലും പാഷൻ ഫ്രൂട്ട് എന്തായാലും ഇത് എവിടെയും കണ്ടാലും ട്രൈ ചെയ്തോണം. ഇതല്ല, ഇത് ഇന്നാണ് കഴിച്ച് നോക്കണേ. ഇത് അടിപൊളി സാധനമാണ്, കുഴപ്പം സംഭവം വീട്ടിലാണ്. ഇപ്പൊ അകത്തെ സ്കിൻ നല്ല കട്ടിയല്ല. ഞാനത് കഴിച്ചില്ല, ഞാനത് മാത്രം സ്കിന്ന് വരുന്നു. ട്രൈ ചെയ്യണം, മാറ്റി നോക്കണം. അടുത്ത് നമുക്ക് ഇരുന്ന് കട്ടിയത് എന്തായാലും ഇറങ്ങിപ്പോക്കണം. ഇതോടെ കത്തി ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ അകത്ത് മഞ്ഞ കളറ് വരുന്നു. ഒരിടയ്ക്ക് പാഷൻ ഫ്രൂട്ടിന്റെ കൃഷി ഒത്തിരി പേര് ചെയ്യുന്നു. നല്ല പുളിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിട്ടിട്ട് കഴിക്കാൻ കൊള്ളാം. ഇത് തന്നെയാണ് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ കഴിക്കാം. ഇതോട്ടിരിക്കട്ടെ. അപ്പൊ ലാസ്റ്റ് എന്നാ പിന്നെ നമുക്ക് ഇതോടെ കട്ട് ചെയ്യാം. ഇതിന്റെ സ്കിന്ന് ഭയങ്കര കട്ടിയാട്ടോ. അല്ല, പാഷൻ ഫ്രൂട്ടിന്റെ ഷേപ്പ് കണ്ടോ, നമ്മുടെ വലിയ നാരങ്ങയുടെ ഷേപ്പില്ലേ, മറ്റേ ഇതിലൊക്കെ പോലെ. അതല്ല, നമ്മളിവിടെ ഇതില് യെല്ലോ കളറിലാകത്ത്. അപ്പൊ ഇതിന്റെ സ്മെല്ലുണ്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ കുറച്ച് ഇതൊക്കെ വരുന്നത്. പുളിയല്ലേ? നമുക്കിതും എന്താ പറയാ, പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ ഈ കഴിക്കുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും പല്ല് പൊളിച്ചോ? ചിലർക്ക് അങ്ങനെയുണ്ട്. നല്ല കാര്യമായി. അപ്പം ഇതിനും നല്ല അത്യാവശ്യം പുളിയൊക്കെ കേട്ടോ. അപ്പം എക്സോട്ടിക് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ ചിലരെ ശരിയാവും, ചില ശരിയാവില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെ. ഒരു കാര്യം ഇന്ന് നമ്മളിപ്പോ ചെയ്തതില് അപ്പൊ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഡ്രാഗൺ ഫ്രൂട്ട്. എനിക്കും അതെ, ഡ്രാഗൺ ഫ്രൂട്ട് ഫസ്റ്റ്. സെക്കൻഡ് മറ്റേ പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച് കളർ. ഓറഞ്ച് അതായത് അകത്ത് വൈറ്റ് ഉള്ളത് വേണം. അപ്പൊ ഇതിന് സെക്കൻഡ് കൊടുക്കാം. അങ്ങനെ അത് രണ്ടാണ് ഏറ്റവും അടിപൊളിയായിട്ട് പോയതിപ്പോ. പിന്നെ എന്താ പറയാ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നമുക്ക് കിട്ടിയ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ടിന്റെ ഒരു വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ഇത്രയും ഫ്രൂട്ട്സ് കഴിച്ചിട്ടും ഒരു കഷ്ണം ഒരു വരിക്ക ചക്കപ്പഴം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് എന്തിനു പോകും? ഡ്രാഗൺ ഫ്രൂട്ട് ആണോ പോകുന്നത്, ചക്കപ്പഴത്തിനാണോ പോകുന്നത്? അപ്പൊ നമുക്ക് കിട്ടിയ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ടിന്റെ എന്താ പറയാ, ഈ പറഞ്ഞ അൺബോക്സിംഗിലൊക്കെ പറഞ്ഞ പോലെ റിവ്യൂ ആയിരുന്നു നമ്മൾ ചെയ്തത്. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ നമ്മൾ എന്താ പറയാ കിട്ടിയതുകൊണ്ടൊരു ഒരു രസത്തിനൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇതില് എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടും മറ്റേ യെല്ലോ പാഷൻ ഫ്രൂട്ടും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് എന്തായാലും കമന്റ് ചെയ്യണം.
പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ല കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇതായാലും ഇതുപോലത്തെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വെറൈറ്റി ഫ്രൂട്ട്സ് ഇതുപോലെ എന്താ പറയാ ഇതിലേതെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഇതിലില്ലാത്ത ഏതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. താങ്ക് യു. Thank you.